ഒടിയൻ എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായ സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. ആഡ് ഫിലിം ഡയറക്ടറായ ശ്രീകുമാർ മേനോൻ ചെയ്ത ആദ്യ സിനിമയാണ് ഒടിയൻ. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡിൻ്റെ പരസ്യം സംവിധാനം ചെയ്തത് ശ്രീകുമാർ മേനോനാണ്. തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ ശ്രീകുമാർ മേനോൻ പറഞ്ഞു, പേടിയുടെ കടമ്പ കടക്കുമ്പോഴാണ് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. പേടിയിൽ കൂടെ നീണ്ട 14 വർഷങ്ങൾ സഞ്ചരിച്ചു. ജീവിതം എന്താകും? ഞാൻ കാരണം ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ഗതി എന്താകും? എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ച ഭാര്യയുടെയും എൻ്റെ മകളുടെയും ഭാവി എന്താകും എന്ന പേടിയായിരുന്നു. നല്ല രീതിയിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ ജീവിച്ചു വന്ന അച്ഛനും അമ്മയും, ഞാൻ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഭയം, ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളിലൂടെ 14 വർഷം കടന്നു പോയതാണ് ഞാൻ. അവിടെ നിന്നാണ് ഈ ഒരു ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത്. കടബാധ്യതയിൽ നിന്നും പുറത്തു കടക്കാൻ വീണ്ടും കടം വാങ്ങിക്കൂട്ടുന്നു. പലിശക്കാരുടെ മുഖം അഭിമുഖീകരിക്കാനാകാതെ അടുക്കളവാതിലിൽ കൂടെ കടന്നു വരേണ്ട സാഹചര്യം. 4:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വരും. കാരണം 5 മണി മുതൽ വീട്ടിൽ എന്നെ അന്വേഷിച്ച ആൾ വരും. ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയതോടെ തനിക്ക് ആത്മധൈര്യം വന്നെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു. ആത്മീയ പാതയാണ് തനിക്ക് ആത്മവിശ്വാസം തന്നതെന്നും ശ്രീകുമാർ മേനോൻ പറഞ്ഞു. മഞ്ജുവിന് തിരിച്ചുവരവിൽ എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ അവരെ ഉപദ്രവിക്കില്ലെന്നും നേർവഴി കാണിച്ചു കൊടുക്കൂ എന്നേയുള്ളൂ. വിശ്വാസം ഉണ്ടായെന്നിരിക്കാം. ആ വിശ്വാസം കാക്കേണ്ടത് എൻ്റെ കടമയാണ്. ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്താൽ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്മാറുക? പിന്മാറണമെങ്കിൽ ഞാനും അവരും തീരുമാനിക്കണം. അല്ലാതെ മൂന്നാമതൊരാൾ അവരെ ഇങ്ങനെ കാണുന്നു, നാലാമതൊരാൾ എന്നെ അങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നിയിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് എനിക്ക് പ്രഷർ ഉണ്ടായില്ല. എന്നെപ്പറ്റി ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നത് പ്രധാനമല്ല. കാരണം അതിൽ നമുക്ക് നിയന്ത്രണമില്ലെന്നും ശ്രീകുമാർ മേനോൻ അന്ന് പറഞ്ഞു. കപ്പ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകൻ മനസ്സ് തുറന്നത്.